രക്ഷയുടെ പാതയിൽ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ കുട്ടികളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ 10ാം പാഠത്തിൻ്റെ 2ാം ഭാഗം പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങ് ദാനമായി തന്ന നല്ലൊരു ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ കുഞ്ഞുമക്കളെയും മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. നാളെയുടെ വാഗ്ദാനങ്ങളായ ഇവരെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണതയാൽ നിറയ്ക്കണമേ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കാവൽമാലാകമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സന്തോഷമാണല്ലേ? കഴിഞ്ഞ ആഴ്ച മാഷ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ആഴ്ചയും നല്ല സന്തോഷത്തിൽ തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈശോയെ അറിയാനായിട്ട്, ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് നമ്മളെല്ലാവരും ടെലിവിഷന് മുമ്പിലായിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഈശോയെക്കുറിച്ച് പഠിക്കണം, ഈശോയിൽ വളരണം അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ ആഴ്ച മാഷ് പറഞ്ഞ ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുത്തോ? എല്ലാവരും അയച്ചു കൊടുത്തു അല്ലേ? ഓക്കെ, മാഷിൻ്റെ വക എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, അനുസരണയുള്ള കുട്ടികളാണ്. ഇനിയും ഇതുപോലെ മതാധ്യാപകരെയും നമ്മുടെ വികാരിയച്ഛനെയും മാതാപിതാക്കളെയും ക്ലാസ്സിലെ അധ്യാപകരെയും ഒക്കെ നമ്മൾ അനുസരിക്കണം കേട്ടോ. അപ്പം അനുസരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ഈശോ നൽകുക. ഓക്കെ, അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ പാഠഭാഗമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? മാഷ് എടുത്ത ഭാഗങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? ഈസ്റ്ററിനെ കുറിച്ച് നമ്മൾ നോക്കി, ഉത്ഥാനം അല്ലേ, ഉയർപ്പിൻ്റെ ആ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താ, ഈശോയുടെ സംസ്കാരം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ കണ്ടത്? ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്താണ്? ഉയർപ്പാണ് ക്രിസ്ത്യാനിയുടെ പ്രത്യാശ അല്ലേ? അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ആഴ്ചത്തെ ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തു. അപ്പം ഈ ആഴ്ച നമ്മൾ എന്താണ് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ തൻ്റെ പ്രബോധനങ്ങളിലൂടെ ചില സൂചനകൾ നൽകുന്നുണ്ട് ഉത്ഥാനത്തെക്കുറിച്ച്. അപ്പം നമുക്ക് ആ ഭാഗത്തേക്ക് പോയാലോ? ഒന്നാമതായിട്ട് ഈശോ നൽകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ ദേവാലയ ശുദ്ധീകരണം എന്ന് പറഞ്ഞൊരു ഭാഗം ബൈബിളിൽ കേൾക്കുന്നുണ്ട് അല്ലേ? എന്താണ് ദേവാലയ ശുദ്ധീകരണം? ദേവാലയ ശുദ്ധീകരണ സമയത്ത് ഈശോ വന്ന് നോക്കുമ്പോൾ എന്തുണ്ടായി? അവിടെ എല്ലാവരും കച്ചവടക്കാരൊക്കെ വന്നിങ്ങനെ നിറഞ്ഞിരിക്കുക. അവരെന്ത് ചെയ്യാണ്? ഈശോയുടെ, അതായത് പിതാവിൻ്റെ ഭവനമായ ദേവാലയത്തെ അവർ കച്ചവട സ്ഥലമാക്കി. അപ്പം ഈശോ വന്ന് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, അതിന് നിങ്ങൾ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റി അല്ലേ? നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ എങ്ങനെ ഇരിക്കാറ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അനുസരണയോടെയാണോ ഇരിക്കുക? അതോ അപ്പുറത്തുള്ളവനെ ഇങ്ങനെ നോക്കി ഇപ്പുറത്തുള്ളവനെ ഇങ്ങനെ നോക്കി, മരിയ, അലൻ, ജോസഫ്, നിങ്ങളൊക്കെ എങ്ങനെയാണോ ഇരിക്കുക? നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഭക്ത്യാദരവോടുകൂടി ഇരിക്കണം എപ്പോഴും, കൈകൂപ്പി പിടിച്ച്. കാരണം ഈശോയുടെ ആലയമാണ്, പിതാവിൻ്റെ ആലയമാണത്. അപ്പം നമ്മൾ ഭക്തിയോടുകൂടി ഇരിക്കണം. ഓക്കെ, അപ്പം ഈശോ അവരെ ആട്ടി ഓടിച്ചു, കയറിൻ്റെ ചമ്മട്ടി ഉണ്ടാക്കി ആട്ടി ഓടിപ്പിച്ചു എല്ലാവരെയും. അത് കഴിഞ്ഞിട്ട് ഈശോ എന്ത് ചെയ്തു? അവിടുത്തെ മേശകളൊക്കെ തട്ടിമറിച്ചു. അപ്പോൾ യഹൂദ പ്രമാണികൾ വന്ന് ഈശോയോട് എന്ത് ചോദിച്ചു? ഇതൊക്കെ ചെയ്യാനായിട്ട് നിനക്ക് ആരാ അധികാരം തന്നേ? നിനക്ക് എന്ത് അടയാളമാണ് ഇതിന് കാണിക്കാൻ പറ്റുക? നിനക്ക് ഈ അധികാരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈശോ അവരോട് എന്താ പറഞ്ഞേ? നിങ്ങൾ ഈ ദേവാലയം നശിപ്പിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. ഈശോ ശരിക്കും പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. പക്ഷെ അവർ വിചാരിച്ചു ഈ വലിയ ദേവാലയത്തെക്കുറിച്ചാണെന്നല്ലേ, ജെറുസലേം ദേവാലയത്തെക്കുറിച്ചാണെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ ഈശോ നൽകിയത് അവിടെ ഒരു സൂചനയാണ്. ഞാൻ കല്ലറകൾക്കുള്ളിൽ പോയിട്ട്, അതല്ലെങ്കിൽ ഈശോ മരിച്ച് 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുമെന്നാണ് അവിടെ സൂചിപ്പിച്ചത്. ഇനി അടുത്ത അടയാളം ഈശോ എവിടെയാണ് കാണിച്ചു തരുന്നത്? അപ്പം നമുക്ക് ബൈബിൾ എടുത്ത് വായിക്കാം. നിങ്ങളെല്ലാവരും ബൈബിൾ എടുത്തേ. ബൈബിളിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ എടുത്തേ. അതിൽ പറയുന്നുണ്ട്, അപ്പോൾ നിയമജ്ഞരിലും ഫരിസേയരിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു, ഗുരു, നിന്നിൽ നിന്ന് ഒരടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിനു നൽകപ്പെടുകയില്ല. യോന 3 രാവും 3 പകലും തിമ്മിങ്കലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും.
അപ്പൊ നമ്മളിത് വായിച്ചില്ലേ, ഇതിലെന്താ മനസ്സിലായി നിങ്ങൾക്ക്? യോനാ പ്രവാചകന്റെ ഈ ഒരു അടയാളമാണ് ഈശോ അടുത്തതായിട്ട് പറഞ്ഞ അടയാളം. അപ്പൊ 2 അടയാളങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? അതൊരു സൂചനയാണ്. ഈശോ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്ന ഒരു സൂചനയാണത്, ഒരു അടയാളമാണ് തൻ്റെ പ്രബോധനങ്ങളിലൂടെ ഈശോ പങ്കുവച്ചത്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് എന്തായാലും വരും. അപ്പൊ നമ്മളിത് നന്നായി പഠിച്ചിരിക്കണം. ഓക്കെ, ഈശോയുടെ ഉത്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ പ്രത്യാശ പരത്തേണ്ട ക്രിസ്ത്യാനികളാണ് അല്ലേ? ഈശോ കുറച്ച് പേർക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഉത്ഥാനം ചെയ്തതിന് ശേഷം. ആർക്കൊക്കെയാ അത്? മഗ്ദലന മറിയം കല്ലറയ്ക്കെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, എൻ്റെ ഈശോയെ കാണുന്നില്ലല്ലോ, എൻ്റെ ഈശോയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ എടുത്തുനിന്ന് ഒരു വ്യക്തിയെ കണ്ടപ്പോൾ മഗ്ദലന മറിയം ആളോട് എന്ത് പറഞ്ഞു? എൻ്റെ ഈശോയെ കണ്ടെങ്കിൽ എനിക്ക് ഈശോയെ എടുത്തോണ്ട് പോയത് ആരാണെന്ന് നിങ്ങൾ കണ്ടോ, അതോ നിങ്ങളാണോ എടുത്തോണ്ട് പോയെന്ന് ചോദിച്ചു. അപ്പൊ എന്താണ് പറഞ്ഞത്? മറിയം എന്ന് വിളിച്ചു. അപ്പൊ എന്താ? അത് തോട്ടക്കാരന്റെ രൂപത്തിൽ വന്ന ഈശോയായിരുന്നു. അപ്പൊ മറിയം പറയുന്നുണ്ട് റബ്ബോനി, ഗുരു എന്നാണ് അല്ലേ ആ വാക്കിനർത്ഥം. അപ്പോൾ മറിയം ഈശോയെ തിരിച്ചറിഞ്ഞു. ആദ്യം തിരിച്ചറിഞ്ഞില്ല അല്ലേ? അപ്പൊ നമ്മൾ ഇതുപോലെ ഈശോ നമ്മുടെ മുമ്പിൽ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? പല വ്യക്തികളെ ഇപ്പോൾ കഷ്ടപ്പെടുന്നവരായിട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിട്ടും ഇപ്പോൾ ഒരു പഠനോപകരണങ്ങളോ അതല്ലെങ്കിൽ ഒരു പേനയോ പെൻസിലോ അല്ലെങ്കിൽ ഒരു നേരത്തിന് ആഹാരം പോലും ഇല്ലാതെ വരുന്ന ഒരുപാട് പേരെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട് അല്ലേ? അവരിലൊക്കെ നമ്മൾ ഈശോയെ കാണാറുണ്ടോ? നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മാതാപിതാക്കള് നമ്മളോട് സ്നേഹത്തോടു കൂടി നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ അവരോട് സ്നേഹത്തോടെ പെരുമാറാറുണ്ടോ? നമ്മുടെ അധ്യാപകരോട്, അവരിലൊക്കെ നമ്മൾ ഈശോയെ കാണണം. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും സഹായിക്കണം. അപ്പൊ എല്ലാവരും ഇനി അത് ചെയ്യില്ലേ? ഈശോ നമ്മുടെ മുമ്പിൽ ഈ രൂപത്തിലാണ് വരാ. അപ്പൊ നമ്മൾക്കത് തിരിച്ചറിയാനായിട്ട് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറക്കണം. ഇനി അടുത്തതായിട്ട് ഈശോ ആർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടെ? ഈശോയുടെ കല്ലറ സന്ദർശിച്ച് തിരിച്ചുപോയ സ്ത്രീകൾക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് അവർ ഭയന്നിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അല്ലേ? എന്താണ്? അവർ കതകടച്ച് യഹൂദരൊക്കെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ ഇതുപോലെ ഭയപ്പെട്ടിരിക്കാറുണ്ടോ? നമുക്ക് ചിലപ്പോൾ പേടി വരാറുണ്ട്, പരീക്ഷ പേടി. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാ പേടി വരാറ്? പല വ്യക്തികളെ, പല ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി, അതല്ലെങ്കിൽ ചില ജന്തുക്കളെ കാണുമ്പോൾ പേടി. അങ്ങനെയൊക്കെ നമുക്ക് ഭയം വരാറുണ്ട് അല്ലേ? ഈ ഭയം വരുമ്പോൾ നമ്മൾ ആരെ വിളിക്കണം? ഈശോയെ വിളിക്കണം. ഇപ്പൊ ഈ കോവിഡൊക്കെ വന്നപ്പോൾ നമുക്കൊരു പേടിയില്ലേ? എന്താ? കോവിഡ് വരുമോ? നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും കോവിഡ് വരുമോ? ചിലപ്പോൾ നമുക്കൊക്കെ കോവിഡ് വന്നിട്ടുണ്ടാവാം. പക്ഷെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആരാ? ഈശോയാണ്. ഒരു ഭയത്തിനും നമ്മളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? ഉത്തിതനായ ഈശോ നമ്മുടെ മുമ്പിലുണ്ട്. ഈശോ ശിഷ്യന്മാർ ഇതുപോലെ ഭയന്ന് വിറച്ചിരുന്ന സമയത്ത് എന്തുണ്ടായി? ഈശോ വന്ന് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ, നിങ്ങൾ ഭയപ്പെടേണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഈശോ പറയും, നിങ്ങൾ പരീക്ഷയൊക്കെ ആണോ? നിങ്ങൾ പേടിക്കേണ്ട, ഞാനുണ്ട്. ഈശോ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചു തരും, ഓർമ്മിപ്പിച്ചു തരും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഭയപ്പെടേണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കോവിഡ് വന്നാലും ഈശോ നമ്മളെ സംരക്ഷിക്കും. ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം കേട്ടോ. അപ്പൊ ഈശോ ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ ഇടയിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഈശോ 40 ദിവസം ഈ പല സ്ഥലങ്ങളിലായിട്ട് ഈശോ പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി. അങ്ങനെ അവർ ലോകം മുഴുവൻ ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ചു. അപ്പോൾ ക്രിസ്ത്യാനിയായ നമ്മൾ എന്താണ്? പ്രത്യാശയുടെയും മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കേണ്ടതുമായിട്ടുള്ള മനുഷ്യരാണ്. ഇനി മാഷൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ഈസ്റ്റർ തിരുനാളിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ കണ്ടു. ഈസ്റ്റർ തിരുനാളിനെ മറ്റൊരു പേര് പറയും. എന്താണ് മരിയ? അലന അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞല്ലോ. എന്താണ്? തിരുനാളുകളുടെ തിരുനാൾ അല്ലേ? കാരണം എന്താ? ഉയർപ്പ് തിരുനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ തിരുനാളാണ്. അപ്പൊ ഉയർപ്പ് തിരുനാള് ആണ് തിരുനാളുകളുടെ തിരുനാള്. മാഷൊരു കാര്യം ചോദിച്ചോട്ടെ, ഉയർപ്പ് തിരുനാൾ മുതൽ പെന്തക്കൊസ്താ തിരുനാൾ വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ എന്താണ് വിളിക്കുക? ഉയർപ്പ് കാലം. നല്ല മക്കളാലോ, നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? നിങ്ങളൊക്കെ മിടുക്കന്മാരാണ്, മാഷിനറിയാം. അപ്പോൾ ഉയർപ്പ് കാലമാണ് നമ്മൾ അല്ലേ? നമ്മുടെ ആരാധന ക്രമവത്സരത്തിലെ 5ാമത്തെ കാലമാണ് ഉയർപ്പ് കാലം അല്ലേ? ഇനി ഞാൻ മാഷൊരു കാര്യം ചോദിച്ചോട്ടെ, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയെ നമ്മൾ എന്താ വിളിക്കുക? പുതുഞായർ. അതെന്തുകൊണ്ടാ? ആദിമ ക്രൈസ്തവരൊക്കെ എന്താ ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് മാമോദിസ സ്വീകരിച്ചിട്ട് മുഴുവൻ കുർബാനയിൽ അവർ പങ്കുകൊള്ളുന്നത് ഏതാണ്?
ഉയർപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഞായറാഴ്ചയിലാണ് അവർ മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളുന്നത്. അതുകൊണ്ട് അതിനെ പുതുഞായർ എന്ന് വിളിക്കുന്നു. ആ ഞായറിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. ഇത് നിങ്ങൾ എഴുതി വെച്ചോളോ, പരീക്ഷയ്ക്ക് എന്തായാലും വരും. മാർത്തോമ ഞായർ. എന്താണ് മാർത്തോമ ഞായർ? ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ തോമാസ് ലീഹ അവിടെ ഉണ്ടായില്ല. അപ്പൊ പിന്നെ വീണ്ടും തോമാസ് ലീഹയ്ക്ക് വേണ്ടി ഈശോ പ്രത്യക്ഷപ്പെട്ടു. അത് ഈ ഞായറാഴ്ചയാണ്. അപ്പൊ അതിനെന്താ? തോമാസ് ലീഹ തന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ? എന്താ? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പൊ അതിനെ മാർത്തോമ ഞായർ എന്നുകൂടി പറയുന്നുണ്ട്. അന്ന് നമ്മൾ മാർത്തോമാ ശ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസം, ഉത്ഥാനത്തിലുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രബോധനങ്ങളും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ മറക്കാതെ എന്നും വെക്കണം. നമ്മുടെ ഉത്ഥാന തിരുനാള് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കരുത്. 2 വചനഭാഗമാണ് കേട്ടോ നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പം നമുക്കത് നോക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാഠപുസ്തകത്തിന്റെ പുറകിലുള്ളതാണ്. 1 കൊരിന്തോസ് 15:14. എന്താണ്? ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഈ ഒരു വചനം നിങ്ങൾ എഴുതി വെക്കണം. പിന്നെ അടുത്തൊരു വചനം മാഷ് പറഞ്ഞുതരാം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ വചനം നമ്മൾ മനപ്പാടാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഉത്ഥാനത്തിന്റെ ക്രിസ്ത്യാനികളാണ്, ഉയർപ്പിന്റെ ക്രൈസ്തവരാണ്. അപ്പൊ നമ്മൾക്ക് ഒരു മാഷ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരാൻ പോവാണ്. ഈ പ്രാർത്ഥന നമ്മൾ എന്നും ചൊല്ലണം. എന്താണ് പ്രാർത്ഥന? എല്ലാവരും കൈകൾ കൂപ്പി പിടിച്ചേ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈസ്റ്ററിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഉത്ഥാന തിരുനാളിനെ കുറിച്ച് നമ്മൾ നോക്കി. പിന്നെ അതുപോലെ തന്നെ എന്താ, ഈശോ പറഞ്ഞ ഉത്ഥാനത്തെ കുറിച്ച് പറഞ്ഞ പ്രബോധനങ്ങൾ നമ്മൾ കണ്ടു, ഈശോയുടെ പ്രവചനങ്ങൾ നമ്മൾ കണ്ടു, ക്രിസ്ത്യാനികൾ പ്രത്യാശയുടെ മക്കളാണെന്ന് നമ്മൾ കണ്ടു. ഇനി നിങ്ങൾ പാഠപുസ്തകത്തിന്റെ പുറകിലുള്ള ചോദ്യങ്ങൾ എഴുതിയിട്ട് ടീച്ചർക്ക് ഹോംവർക്കായിട്ട് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ മാഷിപ്പൊരു പ്രാർത്ഥനയും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ മറക്കാതെ ചൊല്ലണം. എല്ലാവരും ചൊല്ലില്ലേ? അപ്പോൾ മാഷിന് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ തളരരുത്. നമ്മുടെ ഒരു കല്ലറ, അതായത് നമ്മുടെ പ്രശ്നങ്ങളുടെ കല്ലറയാകുന്ന ഇതിൽ നമ്മൾ മൂടപ്പെട്ടാലും നമുക്ക് 3-ാം ദിവസം ഉയർപ്പുണ്ട്. അതാണ് നമ്മുടെ ഈശോ നമുക്ക് കാണിച്ചു തന്നത്. അപ്പം നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അതിന് നമുക്ക് ഉയർപ്പ് ഉണ്ടാകും തീർച്ച. ഓക്കെ, അപ്പം ഈ പ്രാർത്ഥന എല്ലാവരും കൈകൂപ്പി പിടിച്ച് ചെല്ലിയേ. എല്ലാവരും എഴുന്നേറ്റിരുന്ന് കൈകൂപ്പി പിടിച്ചേ. പ്രാർത്ഥന ഇതാണ്. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും നയിക്കണമേ. നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന ചെല്ലിയില്ലേ? ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ എല്ലാ ദിവസവും ചെല്ലാം കേട്ടോ. അപ്പം എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. നല്ല ഈശോയെ, അങ്ങ് ദാനമായി തന്ന ഈ ഒരു ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ കുഞ്ഞുമക്കൾക്ക് അങ്ങയുടെ മാർഗം പിന്തുടരുന്നതിനും വിശുദ്ധരായി ജീവിക്കുന്നതിനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പരിശുദ്ധമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ.